നമസ്കാരം. നമസ്തേ. ഇന്നലെ ട്രംപ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആയുധശേഷികളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു, ഏകദേശം പൂർണ്ണമായി തന്നെ തകർത്തു കഴിഞ്ഞു, ഒരു 3 ആഴ്ച കൂടി യുദ്ധം ചെയ്താൽ പരിപൂർണമായി ഇറാനെ തകർക്കാമെന്നാണ്. എന്താണ് യഥാർത്ഥ വസ്തുത? ട്രംപിന്റെ അവകാശവാദം ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല എന്നാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾ പ്രസിഡന്റായ ട്രംപിന്റെ ഓഫീസിലേക്ക് അയച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് അമേരിക്കയിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് CNN ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ അതായത് മിസൈൽ ഡ്രോൺ ശേഷിയുടെ പകുതി പോലും നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി മാത്രമല്ല, യഥാർത്ഥത്തിൽ നശിപ്പിച്ചു എന്നുള്ള ഒരു വാക്ക് പ്രയോഗിക്കണമെങ്കിൽ അത് 25% ഡ്രോണുകൾക്കും മിസൈലുകളും മാത്രമേ നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. പക്ഷേ മറ്റൊരു 20% തൽക്കാലം പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഭൂഗർഭ അറകളിലാണ്. അപ്പൊ ഈ ഭൂഗർഭ അറകളുടെ കവാടങ്ങളും മറ്റും ചില മിസൈൽ ആക്രമണത്തിൽ അല്ലെ ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മണ്ണും കല്ലും ഒക്കെ വന്ന് വീണ് കിടന്നിട്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ നശിപ്പിച്ചതും ഇതുപോലെ പുറത്തെടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ആയുധങ്ങൾ 50%-ഓളം എന്ന് US ഇന്റലിജൻസ് കണക്കാക്കുന്നത്. പക്ഷേ ഈ പുറത്തെടുക്കാൻ പറ്റാതെ അകത്തിരിക്കുന്നത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ തടസ്സങ്ങൾ നീക്കിയിട്ട്, അതായത് മണ്ണ്, കല്ല് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള തടസ്സങ്ങൾ, ഇതെല്ലാം ബങ്കറുകളുടെ എൻട്രൻസ് തകർന്നിരിക്കുന്നത്, അതൊക്കെ അവർക്ക് ശരിപ്പെടുത്തി അവർക്ക് പുറത്തെടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ 75% ആയുധങ്ങളും കേടുപാടില്ലാതെ ഇരിക്കുന്നു എന്നുള്ള സൂചനയാണ് US ഇന്റലിജൻസ് ഏജൻസീസ് പ്രസിഡന്റ് ട്രംപിന്റെ ഓഫീസിലേക്ക് കൊടുത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനകത്തിലെ ഒരു വസ്തുത. ഇവിടെ അമേരിക്ക ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ചില അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരായ സെൻട്രൽ കമാൻഡാണ് സെൻട്രികോം എന്ന് പറയുന്ന അമേരിക്കയുടെ സെൻട്രൽ കമാൻഡാണ് ഈ യുദ്ധത്തിന്റെ പ്രായോഗികമായിട്ട് ആ യുദ്ധത്തെ നിയന്ത്രിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും അതുപോലെ അമേരിക്കൻ വിമാനങ്ങൾക്കൊക്കെ നേരെയും നടക്കുന്ന ആക്രമണങ്ങൾ 90% കുറഞ്ഞിരിക്കുന്നു എന്നാണ് അവരുടെ ഒരു അവകാശവാദം. അങ്ങനെ 90% കുറഞ്ഞത് ഇറാന്റെ ആയുധശേഷി നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് അവര് വിലയിരുത്തുന്നത്. പക്ഷേ ഇന്റലിജൻസ് ഏജൻസീസ് പറയുന്നത് ഇറാൻ തൽക്കാലം മറ്റെന്തോ ലക്ഷ്യത്തിലാണ്, അതുകൊണ്ടാണ് അവർ പീരിയോഡിക്കലായിട്ട് അങ്ങനെ ചെയ്യും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് യുദ്ധം ഇപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 10 ദിവസം ഇസ്രായേലിന്റെ നേർക്ക് അവർ വളരെ കുറച്ച് ആക്രമണങ്ങളെ നടത്തിയിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണങ്ങൾ നടത്തിയത്. അപ്പോൾ ആദ്യം അവർ ചെയ്തത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ, അതായത് ഖത്തർ, UAE, അതുപോലെ സൗദി അറേബ്യ, അതുപോലെ വെസ്റ്റ് ഏഷ്യയിലെ ജോർഡാന്, ഇവിടെയൊക്കെയുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അവർ ആക്രമണം നടത്തുകയായിരുന്നു. അപ്പോൾ അത് അവരുടെ ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. പ്രയോറിറ്റി ആദ്യം എവിടെ ആക്രമിക്കണം എന്നുള്ളത് അത് അവർ തീരുമാനിക്കുകയാണ്. അല്ല അത് അവർക്ക് ആയുധശേഷി കുറവാണ്, അതല്ലെങ്കിൽ അവരുടെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയൊന്നുമല്ല. അപ്പോൾ അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ശരിയായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ ആയുധപ്പുരകൾ ആക്രമിച്ചാൽ മാത്രം പോരാ, ലോഞ്ചറുകൾ നശിപ്പിക്കണം. അതായത് ഈ മിസൈൽ ഒക്കെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങുന്ന ലോഞ്ചറുകളുണ്ട്. അത് പലപ്പോഴും സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ട്രക്കുകളാകാം, അതല്ലെങ്കിൽ പഴയ മറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഉദാഹരണത്തിന് ഈ ടാങ്കുകൾ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ, അതൊക്കെ തന്നെ രൂപം മാറ്റിയിട്ട് ഭേദഗതി ചെയ്തിട്ട് അത് മിസൈലുകൾ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമായിട്ട് മാറ്റും. അതല്ലെങ്കിൽ പഴയ കപ്പലുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ ആയുധങ്ങൾ നശിപ്പിക്കുന്നതിനോടൊപ്പം ഈ പ്ലാറ്റ്ഫോമുകൾ നശിപ്പിക്കണം, എങ്കിൽ മാത്രമേ യുദ്ധത്തിൽ മുന്നേറാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ പറയുന്ന ഒരു വസ്തുത. രണ്ടാമത്തെ വസ്തുത അവർ സൂചിപ്പിക്കുന്നത് ഈ
ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് പറയുന്ന IRGCയുടെ പക്കൽ ആയിരക്കണക്കിന് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില്ലാത്ത ചെറിയ ബോട്ടുകളുണ്ട്. അതായത് കടലിലെ ഒരു ഡ്രോൺ മാതിരി പ്രവർത്തിക്കുന്ന ബോട്ടുകളാണിത്. ഈ ബോട്ടുകൾ നശിപ്പിക്കണം. ഈ ബോട്ടുകൾ നശിപ്പിക്കണമെങ്കിൽ ഇത് എവിടെയാണ് ഈ ബോട്ടുകൾ ആങ്കർ ചെയ്തിരിക്കുന്നത്, സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഈ ചൈനയുടെ ഒരു തന്ത്രമാണ് ഇവിടെ ഇറാൻ ഉപയോഗിക്കുന്നത്. അതായത് ചൈനയുടെ ഈ മത്സ്യബന്ധന ബോട്ടുകൾ പലതും അവർ യഥാർത്ഥത്തിൽ യുദ്ധക്കപ്പലുകളാണ്. അതായത് പല വലിയ മത്സ്യബന്ധന ബോട്ടുകൾ പലതും ആയുധങ്ങളുമുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അത് യുദ്ധക്കപ്പലായിട്ട് അവർക്ക് ഒരു ചെറിയ യുദ്ധക്കപ്പലായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ആയുധങ്ങളൊന്നും അതിൽ കാണത്തില്ല. പക്ഷെ 100 കണക്കിന് അത്തരം ബോട്ടുകൾ വരുമ്പോൾ അതൊരു വലിയ ശക്തിയാണ്. ഈ കഴിഞ്ഞ ദിവസം തെയ്വാന് ചുറ്റും അത്തരം ബോട്ടുകളുടെ ഒരു വലിയ ശൃംഖല സൃഷ്ടിച്ച് അവർ തെയ്വാനെ ഭയപ്പെടുത്തി. അങ്ങനെ വലിയ ശൃംഖലയാണ്. ആ ശൃംഖല വരുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ഡിസ്ട്രോയർ ക്ലാസ്സിലുള്ള ഒരു കപ്പലോ അതല്ലെങ്കിൽ ഒരു ഫ്രിഗേറ്റ് ക്ലാസ്സിലോ ഒന്നും വേണ്ട, ഒരു കോർവെറ്റ് ക്ലാസ്സിലുള്ള കപ്പലിൻ്റെയോ ഒന്നും അടുത്തെത്താൻ പറ്റുന്ന ആയുധശേഷി ഈ ബോട്ടുകൾക്ക്, ഫിഷിംഗ് ബോട്ടുകൾക്കില്ല. അപ്പോൾ അതിന് പിന്നെ എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുമ്പോൾ, പക്ഷെ 100 ഫിഷിംഗ് ബോട്ട് ഒരുമിച്ച് വന്നാലോ? ഇത്തരം ഫിഷിംഗ് ബോട്ടുകൾ 5000-ഉം 10000-ഉം ഒക്കെ കാണും. അപ്പോൾ അതിലൊരു 5000 എണ്ണത്തിന് ഈ ആയുധം ഘടിപ്പിക്കുകയും അത് ഒരു യുദ്ധം വരുമ്പം ആ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് അത് മാറ്റിയിട്ട് അവരിൽ പലരും സൈന്യത്തിൻ്റെ ഏജന്റുമാരായിരിക്കും. അപ്പോൾ അവരുടെ കൈവശമുള്ള ഈ ബോട്ടുകൾ സൈന്യം തന്നെ വില കൊടുത്ത് വാങ്ങിയിട്ട് അവർ മത്സ്യത്തൊഴിലാളികൾ എന്ന വ്യാജേന ഈ ബോട്ടുകൾ ശത്രുവിൻ്റെ കപ്പലുകൾക്ക് നേരെ കൊണ്ടുപോകും. ഈ ഒരു തന്ത്രം അമേരിക്കയെ കുറച്ചൊരു ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. കാരണം ഒന്നുകിൽ നിരപരാധികളായ ഒരുപാട് മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ടുകൾ തകർക്കേണ്ട വരും. അത് വലിയ വിമർശനങ്ങൾക്കിടയാണ്. ഇനി അതല്ല, ഇത്തരം ബോട്ടുകളെ വെറുതെ വിട്ടാൽ ഇവയിൽ പലതും സ്ഫോടക വസ്തുക്കൾ ഉള്ളതായിരിക്കും. ഇതൊക്കെ കപ്പലിനടുത്തേക്ക് എത്തുമ്പോൾ അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കപ്പലിനെ തകർക്കാനുള്ള ഉഗ്ര സ്ഫോടനശേഷി അവയ്ക്ക് കാണും. അങ്ങനെയുള്ള ഈ ഇംപ്രവൈസേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ മറ്റൊരു വിഷയം, ഇറാന്റെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ. ഈ ആയുധ നിർമ്മാണ ഫാക്ടറികൾ നശിപ്പിക്കാതെ ഒരു തരത്തിലും ഇറാനെ കീഴടക്കാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു സൂചനയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൊടുക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ, ഈ ആയുധ നിർമ്മാണ ഫാക്ടറികൾ നശിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ പറ്റില്ല. ഒരു ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ പലപ്പോഴും ആയുധങ്ങൾ നശിപ്പിച്ചാലും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സമയമുണ്ട്. കാരണം ഇപ്പൊ തന്നെ 1 മാസമായി. 1 മാസം കൊണ്ട് നഷ്ടപ്പെട്ട ആയുധങ്ങളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും പുനർനിർമ്മിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടാകും. ഇതാണ് ഒരു പ്രതിസന്ധി. ഇപ്പൊ പല അറബ് രാജ്യങ്ങൾ, ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒക്കെ എടുത്തു നോക്കുമ്പോൾ അവർക്കുള്ള ഒരു പരിമിതി, അവർക്ക് സ്വന്തമായിട്ട് വലിയ ആയുധ നിർമ്മാണശാലകളില്ല. ഇവർ പലപ്പോഴും പാകിസ്ഥാന് ഇറാനെ അപേക്ഷിച്ച് കൂടുതൽ നൂതന ആയുധങ്ങളുള്ള രാജ്യമാണ്. പാകിസ്ഥാന്റെ കൈവശം ആധുനിക ജെറ്റ് വിമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ പാകിസ്ഥാന്റെ കൈവശം മിസൈൽ പ്രതിരോധ സംവിധാനം ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്. പാകിസ്ഥാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നില്ല. ഇതൊരു വലിയ പരിമിതിയാണ്. കാരണം ഈ ആയുധങ്ങൾ യുദ്ധത്തിൽ എപ്പോൾ വേണമെങ്കിലും തകർക്കപ്പെടാം. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാന്റെ HQ-9 വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തു. പാകിസ്ഥാന്റെ അവാക്സ് വിമാനം തകർത്തു. പെട്ടെന്നൊരു റീപ്ലേസ്മെന്റ് സാധ്യമല്ല. അത് ചൈന നിർമ്മിച്ച് അല്ലെങ്കിൽ അമേരിക്ക നിർമ്മിച്ച് അമേരിക്കയിൽ നിന്നും വാങ്ങണം, വില കൊടുത്ത് വാങ്ങണം. അതത്ര എളുപ്പമല്ല. അപ്പൊ സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കുന്ന ഒരു രാജ്യത്തിന് ഈ കാത്തിരിപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇറാനെ സംബന്ധിച്ച് ഇറാൻ സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കുന്ന രാജ്യമാണ്. ആ സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കുന്ന രാജ്യത്തിന്റെ ഒരു അഡ്വാൻറ്റേജ്, അവർക്ക് മറ്റൊരു രാജ്യത്തു നിന്ന് ആയുധം എത്താൻ കാത്തിരിക്കേണ്ട. ആ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടറികളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അവര് പല സ്പെയർ പാർട്സും മറ്റ് പല ഉപയോഗങ്ങൾക്കുമുള്ള സ്പെയർ പാർട്സ് റീപർപ്പസ് ചെയ്ത് അത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട്
ഉപരോധത്തിൽ ജീവിച്ച ഒരു രാജ്യത്തിന് ലഭിച്ച ഈ ഉർവശി ശാപം ഉപകാരമാകുക എന്നൊരു ചൊല്ലുണ്ട്. അത് നമുക്ക് ചില ഘടകങ്ങൾ നമ്മൾക്ക് ചില പരിമിതികൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമുക്ക് അത് ദോഷം ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അപ്പോഴും അത് മറികടക്കാൻ തദ്ദേശീയമായിട്ട് നമ്മൾ പല വഴികളും കണ്ടെത്തും. അങ്ങനെ ആ തദ്ദേശീയമായിട്ട് വഴികൾ കണ്ടെത്തിയ ഒരു രാജ്യമാണ് ഇറാൻ. അവർ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ബേസ് ഉണ്ട്. സ്വന്തമായിട്ട് ഇറാൻ കാർ ഉൽപ്പാദിപ്പിക്കുന്നു. സ്വന്തമായിട്ട് അതൊന്നും വലിയ ക്വാളിറ്റി ഒന്നും ഉള്ളതല്ല, പക്ഷേ ഇതൊക്കെ തന്നെ രാജ്യത്ത് സ്വന്തമായി നിർമ്മിക്കാൻ പറ്റുന്ന നിർമ്മാണശാലകളുണ്ട്. ഇത്തരം നിർമ്മാണശാലകൾ യുദ്ധസമയത്ത് വരുമ്പോൾ പലപ്പോഴും ആയുധങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് രീതിയിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉള്ളൊരു രാജ്യമാണ് ഇറാൻ. ഇതാണ് തൽക്കാലത്തേക്ക് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. കാരണം സാധാരണഗതിയിലുള്ള ഒരു ഉപരോധം കൊണ്ടോ അതല്ലെങ്കിൽ ഇൻറ്റൻസ് ബോംബിംഗ് എന്ന് പറയുന്നത് കൊണ്ടോ ഒന്നും തന്നെ ഇറാന്റെ സൈനിക ശേഷിയെ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം, ആ ദീർഘനാളത്തെ യുദ്ധം എന്ന് പറയുന്നത് പലപ്പോഴും ആക്രമണകാരിക്കാണ് കൂടുതൽ പരിക്കുകൾ ഉണ്ടാവുക. കാരണം പ്രതിരോധിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാജ്യത്ത് തന്നെ നിൽക്കുകയാണ്, അവരുടെ വീടുകളിൽ തന്നെ നിൽക്കുകയാണ്, അവരുടെ പ്രദേശത്ത് തന്നെ നിൽക്കുകയാണ്. അമേരിക്കൻ സൈന്യം അങ്ങനെയല്ല. അമേരിക്കൻ സൈന്യം സ്വന്തം നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ മറ്റൊരു തികച്ചും വ്യത്യസ്തമായ ഒരു പ്രദേശത്തെത്തി അവിടെ കടലിലും അതുപോലെ മറ്റു രാജ്യങ്ങളുടെ താവളങ്ങളിലുമായിട്ട് തമ്പടിച്ച് അവിടെ നിന്നുകൊണ്ട് അവർ നടത്തുന്ന ആക്രമണമാണ്. ഇത് രണ്ടും രണ്ട് തലത്തിലുള്ള മാനസികാവസ്ഥയാണ്. സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം മനോവീര്യം പെട്ടെന്ന് തന്നെ ഈ ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ മനോവീര്യം തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്ക കര ആക്രമണം നടത്താനുള്ള പദ്ധതി ഇടുകയാണെന്നാണ് എല്ലാവരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതൊക്കെ തിരിച്ചടികൾ ഒരുപാട് ഉണ്ടാക്കുമെങ്കിലും അതില്ലാതിരുന്നാൽ, അങ്ങനെ ആക്രമണം നടത്താതിരുന്നാൽ ഒരു ലോങ് ഡ്രോൺ വാർ എന്ന് പറയുന്ന ദീർഘനാളത്തെ ഒരു യുദ്ധം അത് ഒരു കാരണവശാലും അമേരിക്കയെ സംബന്ധിച്ച് ഗുണപ്രദമല്ല എന്നുള്ള ഒരു വ്യക്തമായ സൂചനയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടിൻ്റെ ഒരു ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഇറാന്റെ കൈവശമുള്ള ആയുധങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നുള്ള അമേരിക്കയുടെ അവകാശവാദം, ട്രംപ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന പത്രസമ്മേളനങ്ങളിലൂടെ ട്രംപ് പുറപ്പെടുവിക്കുന്ന അവകാശവാദങ്ങൾ, അതൊക്കെ തന്നെ വെറും ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. യാഥാർത്ഥ്യവുമായിട്ടൊന്നും അതിന് വലിയ ബന്ധമില്ല. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വസ്തുത. ഞാൻ പറഞ്ഞ ഇത് ഊഹാപോഹങ്ങളല്ല. അമേരിക്ക ചോദിച്ചോളൂ. എന്തായാലും അമേരിക്ക ചിന്തിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടൊന്നും തീരുന്നതല്ല യുദ്ധം. അത് അമേരിക്കയ്ക്ക് തന്നെയാണ് വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നത് എന്നുള്ളതല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അമേരിക്കയ്ക്ക് തന്നെയാണ് ഈ ഒരു യുദ്ധത്തിൽ അമേരിക്കയ്ക്കാണ് നഷ്ടപ്പെടാനുള്ളത്. കാരണം അമേരിക്ക ഒരുപാട് നേടാൻ വേണ്ടി എത്തിയതാണ്. അമേരിക്ക ഹോർമൂസിന്റെ നിയന്ത്രണം പോലും ഇറാൻ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം ഇതുവരെ ഹോർമൂസ് ആരും നിയന്ത്രിച്ചിരുന്നില്ല. അതുവഴി സ്വതന്ത്രമായ വ്യാപാരവും ഗതാഗതവും എല്ലാം നടന്നിരുന്നു. ഇപ്പോൾ ഹോർമൂസിലൂടെ ഒരു കപ്പൽ പോകണമെങ്കിൽ ഇറാന് ചുങ്കം കൊടുക്കണമെന്ന സ്ഥിതിയായി. പ്രായോഗികമായിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളുടെ മുന്നിൽ അമേരിക്കയ്ക്ക് തൽക്കാലത്തേക്ക് മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. ഇപ്പോൾ ബ്രിട്ടൻ ഒരു സമാന്തരമായിട്ട് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഹോർമൂസ് ഗതാഗതത്തിന് ഫ്രീ ആക്കണമെന്നും സ്വതന്ത്രമായ ഗതാഗതം അല്ലെങ്കിൽ ചരക്കു നീക്കം അതുവഴി നടക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഉണ്ടായ ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം യുദ്ധത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ ഇറാൻ ഇനി ഭാവിയിൽ ഇറാനുണ്ടാകുന്ന ഏത് തിരിച്ചടിയുടെയും ഞങ്ങൾ കാരണമാണ് എന്നുള്ള ഒരു അവകാശവാദമൊന്നും ഇനി അമേരിക്കയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ കൂടെ ഇല്ല. വരും ദിവസങ്ങളിൽ ഇതൊരു തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഇതിൽ നിന്ന് ഊരിപ്പോകാനായിട്ട് ഒരു പുതിയ ബുദ്ധി കണ്ടെത്തേണ്ടിയിരിക്കുന്നു.
കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു.